നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട അവതാരകർ BJP വിരുദ്ധതയിൽ നിന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഹിന്ദു വിരുദ്ധതയിലേക്ക് കൃത്യമായിട്ട് കടന്നിരിക്കുന്നു. സത്യം. 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ശമ്പളം കിട്ടുമ്പോൾ ആ മാധ്യമത്തിന് പണം മുടക്കുന്നതിന്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് പുഴയിൽ ഊതണം. ഊത്താണ് പരിപാടിയെങ്കിൽ അത് ഊതേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഊത്താണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ശുദ്ധ തെണ്ടിത്തരം. പിക് ടി വി വഴി എന്താണ് ബിഗ് ടി വിയോ പിക് ടി വിയോ ഏതാണ് കറക്റ്റ്? ഇപ്പൊ മീഡിയ വൺ ചാനലാണ് മാധ്യമങ്ങൾക്ക് പത്രപ്രവർത്തകരെ ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു കേന്ദ്രം. അവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് കൂടി ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. ഇപ്പൊ ജിമ്മി അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോയിരിക്കുന്നതാണ്. മീഡിയ വണ്ണിൽ നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ എന്തൊക്കെയാണ് ഈ ജിമ്മി എന്ന നെറുകെട്ടവൻ വിളിച്ചു പറഞ്ഞത്? ചാണക തലയിലിരുന്നു. നമ്മുടെ രാജ്യത്തിനെതിരെയല്ലേ ഈ ജിമ്മി എന്ന നെറുകെട്ടവൻ വിളിച്ചു പറഞ്ഞത്? എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഇക്കാലം അത്രയും ജിമ്മി ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് ഫണ്ട് വാങ്ങൽ തുടങ്ങിയ, സാലറി വാങ്ങൽ തുടങ്ങിയ, ഒപ്പം തന്നെ ചാണക തലയിൽ നിന്നൊക്കെയാ. അജ്യോതി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകർ ഈ അടുത്ത് എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? സനാതനധർമ്മം പകർച്ചവ്യാധി എന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കൂ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എനിമി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഈ അംബേദ്കർ മറ്റു മതങ്ങൾക്കെതിരെയും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ അബ്ജോദൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പറയൂല, ഒരിക്കലും പറയൂല. അങ്ങനെ നാവ് ചലിച്ചാൽ അബ്ജോദ് വർഗീസിന് ജോസഫിന്റെ ഗതി വരും, അധ്യാപകൻ ജോസഫിന്റെ ഗതി വരും. ഇത് നന്നായിട്ട് അറിയാം. അതാ എനിക്ക് സങ്കടം. എന്താണ് വേണുവിനെയും അതുപോലെ ജിമ്മിയെയും പോലുള്ള മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്നവരുടെ സൂക്കേട്? ധാരാളം പ്രായമായ സ്ത്രീകൾ അവരുടെ ജീവിത രീതിയെ തന്നെ മാറ്റി മറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാവുന്ന തരത്തിലുള്ള പല 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 പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. ഇതിന് ഇയാളെന്തിനത്ര വേദനിക്കുന്നത്? ഈ വേണുവിന് എന്താണ് ഇത്ര പ്രശ്നം? ക്ഷേത്രങ്ങളിൽ ആരാധനകളിൽ ഹിന്ദു വിശ്വാസികൾ പങ്കെടുക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം? അതിന് രാവിലെ അവിടെ ചെന്നാൽ പ്രാതൽ കിട്ടും, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണം ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? 3 നേരം ഒരു ആരാധനാലയത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഇതിന്റെ പണം എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ 1 രൂപ മുതൽ 10 രൂപ മുതൽ സംഭാവന ചെയ്യല്. അതിലൂടെ എന്താ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്തോടെ, ഇവർക്ക് ദീർഘയാത്രകൾ പല അമ്പലങ്ങളിലേക്ക്, അതെല്ലാം ചെറിയ പൈസയ്ക്ക് പോകാനും കഴിയുന്നു. അതിലിപ്പോ എന്താ പ്രശ്നം? അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ അമ്പലത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ജീവിത രീതി എന്ന് ചുരുക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരേ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ മാത്രമായി ഒരുങ്ങുന്നു. ക്ഷേത്രങ്ങളിൽ പിന്നെ എല്ലാ മതങ്ങളുടെയും കൂട്ടായ്മയാണ് ഉണ്ടാവേണ്ടത്. ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ തന്നെയല്ല ഉണ്ടാവേണ്ടത്. വളരെ കറക്റ്റ്. ഏറ്റവും ചിലവ് കുറഞ്ഞ് യാത്രകൾ നടക്കുന്നു പുണ്യസ്ഥലങ്ങളിലേക്ക്. നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകാം, പക്ഷേ ഒരു കൂട്ടരുമായി മാത്രം, ഒരേ സ്വഭാവത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം പോകാം, ഒരേ സ്വഭാവമുള്ള ആളുകളുമായി മാത്രം പോകാം. ആ ഒരു ഏകപക്ഷീയ സ്വഭാവം ഉണ്ടല്ലോ, അത് നിഷ്കളങ്കമല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹജ്ജിനായി പോകുന്നത് ആരാണ്? ഒന്നിച്ച് ഒരേ താല്പര്യത്തോടെ ഒരേ സംഘമായല്ലേ പോകുന്നത്? അങ്ങ് അതിനെ വിമർശിക്കുന്നുണ്ടോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇപ്പൊ യാത്ര എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, എല്ലാ തരത്തിലുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കും പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇഷ്ടമുള്ളിടത്തേക്കല്ലേ പോകേണ്ടത്? വേണുപാലകൃഷ്ണൻ ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയും? വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് സംസാരിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ആളുകളുമായി ഒന്നിച്ച് പോകുമ്പോൾ ആ യാത്രയുടെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ വ്യക്തിത്വ വികാസം കൂടി അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മലയാറ്റൂരിലേക്ക് ഒന്നിച്ച് കൂട്ടമായി പോകുന്ന എത്രയോ ടീമുണ്ട്. അവരെ നമുക്ക് ശബരിമലയിലേക്ക് നിങ്ങൾ പോകണം, അല്ലാതെ നിങ്ങൾ മലയാറ്റൂരിൽ മാത്രം പോയാൽ പോരാ. പറയാനുള്ള ഇതുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ അത്? നമ്മൾ അങ്ങനെയുള്ള ഒരു ഭരണഘടനയ്ക്ക് കീഴിലല്ലേ ജീവിക്കുന്നത്? വേണുപാലകൃഷ്ണൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. വ്യക്തിപരമായി ഈ സ്വാതന്ത്ര്യത്തെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. ശബരിമലയിലേക്ക് ആളുകൾ പോകുന്നതും ഹജ്ജ് പോകുന്നതും ഒക്കെ ശരിയായ നല്ല കാര്യങ്ങളുമാണ്. ഇതല്ല എന്റെ പ്രശ്നം. വേണുവിനെന്താ പ്രശ്നം? എന്താണ് ഇവരുടെ അസുഖം? ഹിന്ദുക്കൾ കൂടുന്നത്, ഹിന്ദുക്കൾ ഒരുമിക്കുന്നത്, ഒരുമിച്ച് വരുന്നത് ഒക്കെ ഇവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. എന്താ ശരിയല്ല മാവാ?
ശരിയല്ലെന്ന് എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ ശരിയാ മാനസികരോഗ ആശുപത്രിയിൽ ഇവരെ പോലുള്ളവർക്ക് നല്ല നല്ല ചികിത്സ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ആയുർവേദത്തിലൊക്കെ നല്ല തളം വെക്കുക എന്ന് പറയും. കംപ്ലീറ്റ് ലെവലാക്കി